അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ അടുത്ത ആഴ്ച വൈറ്റ് ഹൌസിൽ നിർണായക കൂടിക്കാഴ്ച നടത്തുമെന്ന സൂചനകൾ പുറത്തുവരുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും കനത്ത യുദ്ധഭീതിയും രാഷ്ട്രീയ അനിശ്ചിതത്വവും പുകയുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ സ്വാധീനമുള്ള ഈ രണ്ട് നേതാക്കളുടെ കൂടിക്കാഴ്ച ലോകം ഉറ്റുനോക്കുകയാണ്. മുൻകാല ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ വരാനിരിക്കുന്ന ഉച്ചകോടിക്ക് അതീവ പ്രാധാന്യമുണ്ട്. ഇരുവരും തമ്മിൽ കഴിഞ്ഞ തവണ വൈറ്റ് ഹൌസിൽ നടത്തിയ അടച്ചിട്ട മുറിയിലെ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ശക്തമായ വ്യോമാക്രമണം ഉണ്ടായത് എന്നത് ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ റിഫാത്ത് ജാവേദ് ഈ നീക്കങ്ങളെ കൃത്യമായി വിശകലനം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. ട്രംപ് നെതന്യാഹു സഖ്യത്തിന്റെ അടുത്ത ലക്ഷ്യം ഇറാൻ തന്നെയാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം തന്റെ മൂർച്ചയേറിയ നിരീക്ഷണങ്ങളിലൂടെ ഉയർത്തുന്നത്. ഇറാൻ സമാധാന കരാറിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. ഒമാനിലും ഖത്തറിലും വെച്ച് അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്നുവന്ന തന്ത്രപ്രധാനമായ ചർച്ചകളെ താൽക്കാലിക വെടിനിർത്തൽ ധാരണകളും ഈ ഒറ്റ കൂടിക്കാഴ്ചയോടെ അട്ടിമറിക്കപ്പെടുമോ എന്ന ഭീതിയിലാണ് അറബ് ലോകം. ഇറാൻ ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കണമെന്നും യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്നുമാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. എന്നാൽ ഇറാനെ പൂർണ്ണമായും സൈനികപരമായി പൂട്ടണമെന്ന കടുത്ത നിലപാടിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ വീണ്ടും ശക്തമായ സൈനിക നടപടിയിലേക്ക് നീങ്ങാൻ മടിക്കില്ലെന്ന കർശന മുന്നറിയിപ്പ് ട്രംപ് ഇതിനകം നൽകി കഴിഞ്ഞു. തങ്ങൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. എന്നാൽ ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം പുറമെ കാണുന്നത് പോലെ അത്ര സുഗമമല്ലെന്നും ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സമാധാന ചർച്ചകൾക്കിടയിൽ ഇസ്രായേൽ നടത്തുന്ന ചില ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങളിൽ ട്രംപിന് കടുത്ത അമർഷമുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ലെബനനിലും ബെയ്റൂട്ടിലും ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾ അമേരിക്കൻ മധ്യസ്ഥതയിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങളെ ബാധിച്ചതായി ട്രംപ് പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. നെതന്യാഹുവിന്റെ ചില തീരുമാനങ്ങളോട് ട്രംപിന് വിയോജിപ്പുണ്ടെന്നാണ് സൂചനകൾ. ഇസ്രായേലിൽ പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നെതന്യാഹുവിന് തന്റെ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിച്ഛായ നിലനിർത്താൻ ഈ വൈറ്റ് ഹൌസ് കൂടിക്കാഴ്ച അനിവാര്യമാണ്. ട്രംപിന്റെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടെന്ന ഇസ്രായേൽ ജനതയ്ക്ക് മുന്നിൽ തെളിയിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. റിഫാത്ത് ജാവേദിന്റെ വിശകലനം അനുസരിച്ച് ഒരേ സമയം മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ട്രംപിനെയും മറ്റൊരു വശത്ത് ഇറാൻ വിരുദ്ധ അച്ചുതണ്ട് ശക്തമാക്കാൻ ആഗ്രഹിക്കുന്ന നെതന്യാഹുവിനെയുമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ വിരുദ്ധ ധ്രുവങ്ങളുടെ കൂടിക്കാഴ്ചയാണ് വൈറ്റ് ഹൌസിൽ നടക്കാൻ പോകുന്നത്. ഗസയിലെയും ലബനനിലെയും സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ മേലും അന്താരാഷ്ട്ര സമ്മർദ്ദമുണ്ട്. എന്നാൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരവും പ്രാദേശിക സഖ്യശക്തികളെയും പൂർണ്ണമായും തകർക്കാതെ പിന്മാറില്ലെന്ന വാശിയിലാണ് ഇസ്രായേൽ. വൈറ്റ് ഹൌസിൽ അടുത്തയാഴ്ച നടക്കുന്ന ചർച്ചകളിൽ ഇറാൻ വിഷയം തന്നെയായിരിക്കും പ്രധാന അജണ്ട. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ കമാൻഡർമാരും ഈ യോഗത്തിൽ പങ്കെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരു വശത്ത് ചർച്ചകൾ നടക്കുമ്പോഴും മറുവശത്ത് പേർഷ്യൻ ഗൾഫ് മേഖലയിലും ഹോർമുസ് കടലിടുക്കിലും സൈനിക ജാഗ്രത തുടരുകയാണ്. ഏത് നിമിഷവും ഒരു യുദ്ധപ്രഖ്യാപനം ഉണ്ടായേക്കാവുന്ന തരത്തിലാണ് മിഡിൽ ഈസ്റ്റിലെ സൈനിക വിന്യാസം. ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു സംയുക്ത സൈനിക നീക്കത്തിന് വഴിയൊരുങ്ങുമോ അതോ പുതിയൊരു ആണവ കരാറിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ലോകം മുഴുവൻ ഇപ്പോൾ വൈറ്റ് ഹൌസിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ്.